ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പദ്ധതിയിൽ ഒരു സൊസൈറ്റി ആരംഭിക്കുകയും കഴിഞ്ഞ 6 മാസക്കാലമായി ഈ ഭാഗത്തുള്ള ആൾക്കാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി വരെ ആക്റ്റീവ, ലാപ്ടോപ്പ് എന്ന് വേണ്ട വീട്ടിലെ പലവഞ്ചന സാധനങ്ങൾ വരെ കൊടുക്കാതെ പറഞ്ഞ് ഈ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കബളിപ്പിക്കുകയും അതിന്റെ പേരിൽ നമുക്കറിയാം ഇപ്പം ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രദേശത്തുള്ള വളരെയധികം ആൾക്കാരുടെ ധനം നഷ്ടമായി. അതിനെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനി പ്രതിഷേധ ധർണ നടത്തുന്നത്. ഈ പ്രതിഷേധ ധർണയിൽ ഈ നാട്ടിലെ എല്ലാ നല്ല ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾ ഹാർദമായി സ്വാഗതിക്കുന്നു. ഇവിടെ തിരക്കിയപ്പോൾ ഈ ഭാഗത്തുള്ള പലരുടെയും സാമ്പത്തികം പോയി. ആർക്കും പൈസയോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പല സാധനങ്ങളോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കാവാലികന്മാരുടെ പേര് നടപടി എടുക്കണം. പോലീസാണ് ഇതുവരെ ഇതിനകത്ത് നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ പേര് കേസ് എടുക്കുമോ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണെന്നാണ് ഞാൻ ഇതിനെ മനസ്സിലാകുന്നത്. ഇത്രയോ ദിവസമായി 3-4 ദിവസമായി ഇവിടെ ഈ ഓഫീസ് അടച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. അവിടെ പോലീസിന്റെ നടപടിയുള്ള പ്രതിഷേധവും അവരെ നാട്ടുകാരെ കളിപ്പിച്ച് ഇവരെ പിടിക്കാത്തുള്ള പ്രതിഷേധവുമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. ഏതാനും നിമിഷങ്ങൾക്കും ഈ ധർണ ഇവിടെ ആരംഭിക്കും. ഈ ധർണയിൽ കടന്നു വന്നിരിക്കുന്ന ഇനിയും വരാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ധർണയിൽ കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സ്വാഗതം പറയുന്നതിന് വേണ്ടി INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ അശോക് മാധവനെ ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ഏതാണ്ട് 6 മാസക്കാലമായി കൈതപ്പാലത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ മുകളിൽ കാണുന്ന സീഡ്സ് എന്ന പേര്. കേരളത്തിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 1000 കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭക്ഷണപ്പൊതികൾ നൽകാം, ചുരുങ്ങിയ വിലയിൽ ഭക്ഷണപ്പൊതികൾ നൽകാം, ഹോണ്ട ആക്ടിവ നൽകാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നൽകാം, മൊബൈൽ നൽകാം, എല്ലാത്തിനും പകുതി പണം അടച്ചാൽ ഈ സാധനങ്ങൾ ലഭ്യമാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പണം സമാഹരിക്കുകയും കുറച്ച് ആളുകൾക്ക് ഇത് നൽകുകയും, എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇദ്ദേഹത്തിന് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുകയും അതിനുശേഷം പണമടച്ച ആളുകളുടെ മുഴുവൻ പണം നഷ്ടപ്പെടുകയുമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു വ്യാപ്തി ഏതാണ്ട് 1000 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളത് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ 1000 കോടി തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണനുമായി പുതുപ്പള്ളി നിവാസികൾക്കോ കൈതപ്പാലം നിവാസികൾക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയുടെ ഓഫീസായി ഇവിടെ ഒരു മുറി എടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തിയ ഏതാനും ചില തട്ടിപ്പുകാർ. ആ തട്ടിപ്പുകാർ ചെയ്ത എന്താണ്? 7 പേര് കൂടി ട്രാവൻകൂർ ആക്ട് പ്രകാരം ഇവിടെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരുള്ള വേറൊരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന് അല്ലെങ്കിൽ ഈ ഓഫറുകൾ നൽകുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും 320 രൂപ അംഗത്വ ഫീസ് മേടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 1000 കണക്കിന് ആളുകളെ ഇവിടെ ഇരുന്നുകൊണ്ട് പറ്റിക്കുകയായിരുന്നു ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്നൊരു കള്ളനെ പിടികൂടിയപ്പോൾ ആ കള്ളന്റെ പേരിൽ നാട്ടിലുള്ള കള്ളന്മാർ മുഴുവനും കൂടി കുറ്റം ചുമത്തി അവനാണ് ഇത് കട്ടതെന്ന് വരുത്തുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഈ സൊസൈറ്റിയുടെ നടത്തിപ്പുകാരാണ് ഈ പണം സമാഹരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഞാൻ പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ പണം അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അയച്ചു കൊടുക്കുന്ന പണത്തിന്റെയും പരിപൂർണ ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമായിരിക്കും. ഇവരെന്താണ് ചെയ്തത്? ഇവര് തട്ടിപ്പ് ഒരു ലിങ്ക് അയച്ചു കൊടുത്ത് ആ ലിങ്കിലേക്ക് പണം അയപ്പിക്കുകയാണ് ആളുകളെ കൊണ്ട് ചെയ്തത്. ലിങ്ക് അയപ്പിച്ചു കൊടുത്തത് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ആളുകൾക്ക് വ്യക്തമായി അവരുടെ ഫോണിൽ ലിങ്ക് അയച്ചു കൊടുത്ത ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമാണ് ഈ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ ലിങ്ക് അയച്ചു കൊടുത്ത ആൾക്ക് തന്നെയാണ് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം. അത് അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലിങ്ക് ആണോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാൻ മേല. എന്നാൽ ഈ പോലീസ് എന്താണ് ചെയ്യുന്നത്? ഈ പ്രാദേശികമായി ഇത്തരം തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന സൊസൈറ്റിയുടെ ഈ നടത്തിപ്പുകാരെ സംരക്ഷിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നത് മൂവാറ്റുപുഴയിൽ അനന്തകൃഷ്ണനാണ്, അവന്റെ ഓഫീസ് എറണാകുളത്താണ് എന്ന് പറഞ്ഞ പോലീസ് ഈ നാട്ടിലുള്ള ഈ സൊസൈറ്റിയുടെ ഭാരവാഹികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഒരു 3 തവണ ഞാൻ ഈ വാഗ്ദാനം പോലീസിൽ വിളിച്ചു. ഇവിടെ ആളുകൾ സംഘടിച്ചു, ഞങ്ങൾക്ക് പരാതിയുണ്ട്, പോലീസ് ഉണ്ടിട്ട് വരാം, കാപ്പി കുടിച്ചിട്ട് വരാം എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ SI ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. CI ഡാർജിലിംഗിൽ
പോയിരിക്കുകയാണെന്നാണ് എനിക്ക് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി. ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം കൊടുക്കുന്ന കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും പരാതി ലഭിച്ചാൽ അന്നേരം തന്നെ കേസെടുക്കണമെന്ന് പറയുന്നു. പരാതിക്ക് പകരം 4-5 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിവിടെ ആളുകൾ ഇവിടെ വരാൻ പോലും കൂട്ടാകാത്ത പോലീസാണ് വാഗ്ദാനത്തെ പോലീസ്. ഈ പോലീസ് ഇവിടെ പ്രാദേശികമായുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർ ഇന്നും രാവിലെ വിശദീകരണ നോട്ടീസ് ഇറക്കുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെ പറയുന്നു ഞങ്ങൾ പണം മേടിച്ചിട്ടില്ല, ഞങ്ങൾ പണം അയപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ല, ഈ സൊസൈറ്റിക്ക് യഥാർത്ഥത്തിൽ ഈ കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത, നിങ്ങൾക്ക് എന്റെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയാൽ കാണാം, കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ്, മറ്റെങ്ങും രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി അല്ല ഇത്. ഈ രജിസ്റ്റർ ചെയ്ത് ഇവിടെയുള്ള 7 ആളുകൾ കൂടി രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റിയാണ്. ഈ തട്ടിപ്പിന്റെ പരിപൂർ പുതുപ്പള്ളിയിൽ നടന്നിരിക്കുന്ന ഈ തട്ടിപ്പിന്റെ പരിപൂർ കേരളം മുഴുവനുള്ള ആളുകളുടെ ബാധ്യത ഏറ്റെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഈ പ്രാദേശികമായി ഈ സ്ഥലത്തും പുതുപ്പള്ളിയിലും കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ആളുകളുടെ പണം കളക്ട് ചെയ്തത് ഈ സീഡ്സ് എന്ന് പറയുന്ന ഇവിടെ കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ്. ഈ പണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഇവരിൽ തന്നെ നിക്ഷിപ്തമാണ്. എന്താണ് ഇവർ ചെയ്തത്? നാട്ടിലെ മാന്യതയുള്ള ആളുകളെ ആദ്യം ഒരു മെമ്പർഷിപ്പ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പോട്ടെ 300 രൂപ എടുക്കും. എന്നിട്ട് 10 ആളുകളോട് പറയും ഇന്നയാളോട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, ആ മെമ്പർഷിപ്പ് വിശ്വസനീയമായ സ്ഥാപനമായതുകൊണ്ടാണ് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്, ആയതുകൊണ്ട് നിങ്ങളും മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ വിശ്വസ്തതയുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ഇതിലൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗപ്പെടുത്തി ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുടെ കൂടിയാണ് മറ്റുള്ളവരെ മെമ്പർമാരാക്കിയത്. അത് പ്രധാന തട്ടിപ്പും ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസുമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇതിന്റെ ഈ പറയുന്ന സൊസൈറ്റിയുടെ ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിന്റെ പ്രൊഫൈൽ ഫോട്ടോയായി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്ന അന്ന് തൊട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പടമാണ് അവർ ഉപയോഗിക്കുന്നത്. അവര് 3-4 പേര് പുറകിൽ നിന്നുകൊണ്ട് അവരുടെ പടം ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്നലെ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തി ഈ ജനങ്ങളെ പറ്റിക്കുവാനായി ഇവർ ഈ ഫോട്ടോ ഉപയോഗിച്ചു, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ ഫോട്ടോയായി ഈ പിക്ചർ ഉപയോഗിച്ചു. അത് സംബന്ധമായ ചാനലുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും സംസാരിച്ച് അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് വരെ പുറത്തിറങ്ങി. പക്ഷേ ഈ നിമിഷം വരെ ഈ പഞ്ചായത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഈ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അവരുടെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു പോലീസ് അധികാരികളെ സമീപിക്കുകയോ ഇവരെ സമീപിച്ച് അത് മാറ്റാനോ തയ്യാറാക്കിയിട്ടില്ലാത്തത് കൊണ്ട് അവരും സംശയത്തിന്റെ പുറകിൽ നിൽക്കുന്നതായി ഞങ്ങൾ ആരോപിക്കുകയാണ്. കാരണം ഈ ജനങ്ങളുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണം തിരികെ വാങ്ങി നൽകുവാനുള്ള ബാധ്യതയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പ്രൊഫൈൽ ഫോട്ടോ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനായി തയ്യാറാകാത്ത പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരുപോലെ തന്നെ ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾക്കൊപ്പം കുറ്റക്കാരാണ്. നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മളുടെ ആവശ്യം ഇതിൽ അടച്ച 320 രൂപ 1000 പേര് ചേർത്തുകൊണ്ട് നിങ്ങൾ നോക്കണം, 3,20,000 രൂപ അവരുടെ കയ്യിലിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആ പണമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് പണം തിരിച്ചു കൊടുത്തുകൂടാ? ഇന്ന് രാവിലെയും ഇത് ആരാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ്? ഗവൺമെന്റിൽ പഞ്ചായത്ത് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ് ഈ സൊസൈറ്റി നടത്തുന്നത്. അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ഈ പണം. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഗവൺമെന്റിൽ നല്ല പോസ്റ്റിലിരുന്ന ആളുകൾ അതിനുശേഷം കേരളം ഒട്ടാകെ ഈ പിണറായി വിജയൻ ഭരണകാലത്ത് നടമാടുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗമായി സൊസൈറ്റി രൂപീകരിച്ച് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അദ്ദേഹം തന്നെ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, ഒക്ടോബർ മാസം 9-ാം തീയതി അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് ഫ്രീസ് ആയതിനു ശേഷം ഞങ്ങൾ യാതൊരുവിധ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അത് കാണുമ്പോൾ തന്നെ, ഇന്നലെയും ഞാൻ വിശദീകരിച്ചു, അത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പെയ്ഡായി നടത്തിയ ഒരു ന്യൂസാണ്. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജനുവരി 9-ാം തീയതി അദ്ദേഹം പലവ്യഞ്ജന കിറ്റുകൾ 5000 രൂപ വിലയുള്ള സാധനങ്ങൾ 3000 രൂപയ്ക്ക് ലഭിക്കുമെന്ന് ഈ പ്രസിഡന്റ് തന്നെ പരസ്യം ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്ന വാട്ടർ ടാങ്ക് 8000 രൂപയുടെ വാട്ടർ ടാങ്ക് 2000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നു. അതിനുശേഷം ജനുവരി മാസം 23-ാം തീയതി ആക്ടിവ ഒരു 50 ആക്ടിവ നിരത്തി വെച്ച് 4-5 സ്ത്രീകൾക്ക് ഇത് ഡെലിവറി ചെയ്യുന്നതിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നു. ഇതെല്ലാം ഈ സൊസൈറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്, അനന്തകൃഷ്ണന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലല്ല അത് ചെയ്തിരിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. പോലീസിന് കേസെടുക്കാൻ ഈ പ്രേരണ മാത്രം മതി. പക്ഷേ പോലീസ് ദൃഷ്ടിത്വം പാലിക്കുകയാണ്. പോലീസ് ഉന്നതാധികാരികളുടെ ഇടപെടൽ മൂലം ഈ സൊസൈറ്റിയുടെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകാതെ കൈകെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ജനുവരി 23-ാം തീയതി ആക്ടിവയുടെ പടം ഇടുമ്പോൾ ആ ഇട്ടിരിക്കുന്ന പടം നവംബർ മാസത്തിൽ 8-ാം തീയതി മുത്തൂറ്റ് ഹോണ്ടയുടെ തൊടുപുഴയിൽ ഡെലിവറി ചെയ്ത ഫോട്ടോയാണ് ഇവരെ ജനുവരി 23-ാം തീയതി ഇടുന്നത്. എന്തിനാണ് ഇട്ടത്? ജനങ്ങളെ വിശ്വസനീയമായ രീതിയിൽ തോന്നിപ്പിച്ചുകൊണ്ട് വീണ്ടും പണം ശേഖരിക്കാനായി. അവരെ ഇന്ന് നിഷ്ക്രിയമായി മാറ്റി നിർത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കാതിരിക്കുന്ന ഒരു പോലീസ് നയം മാറ്റി അടിയന്തരമായി ഈ സൊസൈറ്റിയുടെ ഭാരവാഹികളുടെ പേരിൽ നടപടിയെടുത്ത് അവരെ തുറുങ്കിലടക്കാൻ വേണ്ട നിയമ നടപടികൾ ഇവിടുത്തെ പോലീസും അധികാരികളും കൈക്കൊള്ളുന്നതാണ് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ യോഗത്തിന് സ്വാഗതം
പറയുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ വിഷയം അറിഞ്ഞപ്പോൾ തൊട്ട് ഇതിൽ വളരെ ഗൗരവമായി ഇടപെടുകയും MLA ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സാമിനെ ഹാർദമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KB ഗിരീശനാണ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അനിയൻ മാത്യു പാമ്പാടിയിൽ നിന്ന് ഇന്നലെ തന്നെ വിളിച്ച് ഞങ്ങൾ വൈകിട്ട് വിവരം അറിയിക്കുകയും ഇവിടെ ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി തീർച്ചയായും പങ്കെടുക്കാമെന്ന് അറിയിച്ച് ഇവിടെ സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചെറിയാൻ, പ്രിയപ്പെട്ട EK പ്രകാശൻ അടക്കമുള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ അടക്കമുള്ള എല്ലാ നേതാക്കളെയും ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അശോക് മാത്യു ഇപ്പം ആ സ്വാഗത പ്രസംഗത്തിൽ ഇതിനെ വളരെ വിശദമായി പറഞ്ഞു. തൊടുപുഴയിലുള്ള അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ 2022 മുതൽ ഇതുപോലെ ഓരോ തട്ടിപ്പ് നടത്തിയിട്ടാണ് അദ്ദേഹം. നമുക്ക് ഇന്നത്തെ ഈ 2-3 ദിവസമായിട്ട് വാർത്താ മാധ്യമങ്ങളെല്ലാം വളരെ നിറഞ്ഞു. ആദ്യം അദ്ദേഹം കൂണുകൃഷിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇറങ്ങിയത്. BJP ഒരു ഉന്നത നേതാവിനെ കൂണുകൃഷി പഠിപ്പിച്ച് അവർ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരികയും ആ സാഹചര്യം ഉപയോഗിച്ച് കേരളത്തിൽ മുഴുവൻ ഇതുപോലെ സീഡ്സ് എന്ന് പറയുന്ന സൊസൈറ്റികൾ ആരംഭിക്കുകയും അങ്ങനെ 1000 കോടി രൂപ, നമുക്കറിയാം 60,000 രൂപ മുടക്കിയാൽ ഒരു ആക്റ്റീവ കിട്ടുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങൾക്ക് ഏകദേശം 1.25 ലക്ഷം രൂപ കൊണ്ട് ആക്റ്റീവായിട്ട് 60,000 രൂപ മുടക്കി ആക്റ്റീവ, അതുപോലെ ലാപ്ടോപ്പ്, അതുപോലെ വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട വീട്ടിലുള്ള സാധനങ്ങളെല്ലാം, അതുപോലെ ഇപ്പം പലവ്യഞ്ജന സാധനങ്ങൾ ഇങ്ങനെയെല്ലാം കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ തട്ടിക്കുന്ന ഒരു തട്ടിപ്പ് സംഘമാണ്. 1000 കോടി രൂപയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ഇന്നലത്തെ പേപ്പറിനകത്ത് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസിന് 8 കോടി രൂപയുള്ളൂ. ബാക്കി തുകയെല്ലാം കടത്തിന്റെ അടുത്തോട്ട് കടത്തി. എന്താണേലും ഇപ്പൊ അനന്തകൃഷ്ണനെ ഇപ്പൊ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വസ്തുവകകളും അതുപോലെ വാഹനങ്ങളും ഒക്കെ കണ്ടുകെട്ടുകയും ചെയ്തു. അതല്ല നമുക്ക് വിഷയം. നമ്മളെ സംബന്ധിച്ച് ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ 11ാം വാർഡിൽ ഈ കൈതാപാലത്തിങ്കൽ ഈ സീഡ്സിന്റെ ഒരു ഓഫീസ് വരികയും അതിനകത്ത് ഇപ്പൊ അശോകൻ പറഞ്ഞ പോലെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ് വന്ന് ഉദ്ഘാടനം ചെയ്ത്. ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവൻ ഭയങ്കര മിടുക്കനാണ്. കാരണം അവൻ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരെയും അതുപോലെ MP-മാരെയും MLA-മാരെയും ഒക്കെ അവന്റെ സ്ഥാപനത്തിന് വിശ്വാസം കിട്ടുന്നതിന് വേണ്ടി അവൻ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് അതിന്റെ ഉദ്ഘാടന സമയത്തും അതുപോലെ തന്നെ ആക്റ്റീവായ മറ്റൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം വിളിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരുടെ കക്ഷികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എങ്കിലും ഇപ്പം അശോക് പറഞ്ഞ പോലെ അവരുടെ പ്രൊഫൈൽ പിക്ചർ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ പുതുപ്പള്ളി തട്ടിപ്പ് മുഴുവൻ ഇവരെ നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ 2-3 ദിവസമായിട്ട് ഈ സ്ഥാപനം അടച്ചു പോയിട്ട് പോലും അവരുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഇത് മാറ്റുന്നതിന് അവർ പോലീസിൽ ഒരു പരാതി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ അശോക് പറഞ്ഞ പോലെ ഈ 2-3 ദിവസമായി ഈ സ്ഥാപനം അടച്ചിട്ട് ഈ കൈതാപ്പാർട്ടിയും ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ എല്ലാം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് ഈ ഭാഗത്താണത്തെ പോലീസുകാരെ വിളിച്ചിട്ട് ഇതുവരെ വന്നില്ല. ഇപ്പൊ ഇവിടെ ഞങ്ങളെ കാണാൻ വന്നിരിക്കുക, എല്ലാത്തിനും വന്നിരിക്കുക, കാണാൻ വന്നിരിക്കുകയാണ്. അവരെ ഫോട്ടോ അയച്ചു തരാറുണ്ട്. നമ്മളൊരു ആവശ്യത്തിന് വരുമ്പോൾ ഫയർഫോഴ്സ് പോലീസ് പിന്നെ അടിയന്തര ആവശ്യങ്ങൾ സഹായിക്കാന്നുള്ള 3 ദിവസം കഴിഞ്ഞ് ഒരാൾ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് വല്ല കാര്യമുണ്ട്. ഇവിടെ ആൾക്കാരെ ഇപ്പം അന്തരീക്ഷം മൂവാറ്റുപുഴക്കാരാണ് തൊടുപുഴക്കാരാണ് സാധാരണ മലയാളം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. പോലീസുകാർ പറഞ്ഞ കാര്യമൊന്നുമില്ല. അവൻ തൊടുപുഴക്കാരാണ് 2022 മുതൽ അവനിവിടെ തട്ടിപ്പ് നടത്തുന്ന ആളാണെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതിനും ഇവരെ ഒത്താശ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണേലും ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാരെ അടിയന്തരമായ നിയമത്തിന് മുണ്ടിക്കൊണ്ടിരിക്കുകയും ഇപ്പൊ ഇവിടെ പല ആൾക്കാരും ആക്റ്റീവായിക്കും അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ പൈസ നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇതിന്റെ ഉടമസ്ഥന് പ്രസിഡന്റ് പറഞ്ഞത് ഒരു മാസികയ്ക്ക് ഒരു ഓൺലൈൻ ചാനലുകാരോട് പറഞ്ഞു അവരുടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് പൈസ കൊടുത്താൽ സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊടുത്തെങ്കിൽ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചനയ്ക്ക് മുമ്പിൽ ഈ സൂചനാ സമരം കണ്ട് പോലീസോ അധികാരികളോ മുമ്പോട്ട് കടന്നുവെങ്കിൽ അതിഭീകരമായ സമരം കൂടി ആരംഭിക്കാൻ പോവാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. വഴിക്ക് പോകുന്ന പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യും, അതിന്റെ നടപടി എടുക്കുകയും ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണം കൂടി ഉണ്ടാകുന്നതും വരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിന്റെ പ്രവർത്തകരും പ്രത്യേകിച്ച് നമ്മുടെ MLA ഈ ജനങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീശനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതുപോലൊരു യോഗം നടത്തുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഈ നാട്ടിൽ ഒരു മനുഷ്യരോടും വിശദീകരിച്ചു കൊടുക്കേണ്ട സാഹചര്യമില്ല. ഇത് ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു തട്ടിപ്പാണ്.
ഈ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലുമുള്ള ജനപ്രതിനിധികളെയും MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ കണ്ണികളാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ ഒരു 2022 അല്ല കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്ന ഒരു പ്ലാനിങ്ങിന്റെ പരിപാടിയാണ്. ഈ പ്ലാനിംഗ് ആണ് ഈ ക്രമക്കേട്. അത് പറയുന്ന ഈ ആനന്ദകൃഷ്ണനെ മാത്രം പിടിച്ചുകൊണ്ട് കാര്യമില്ല. ആനന്ദകൃഷ്ണൻ ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസിനോട് പറഞ്ഞു 10 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, ആനന്ദകുമാർ എന്ന് പറഞ്ഞ ആള് തിരുവനന്തപുരത്തൊരു സായി ട്രസ്റ്റിന്റെ സ്വന്തമായ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ ട്രസ്റ്റ് എക്സിക്യൂട്ടീവുമായിട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ആനന്ദകുമാറിന് എല്ലാ മാസവും 15-20 ലക്ഷം രൂപ വീതം ആനന്ദകൃഷ്ണൻ കൊടുക്കണമെങ്കിൽ എന്താണ് കാരണം? ആനന്ദകുമാറിന്റെ സ്ഥാപനം, ആനന്ദകുമാറിന്റെ ജോലി എന്നതാണ്. ആനന്ദകുമാറിന് ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൽ ഏതാണ്ട് 7ഓളം അംഗങ്ങളുണ്ട്. ആ 7 പേരും ആരൊക്കെയാണ് ചോദിച്ചാൽ റിട്ടയർഡ് ജഡ്ജിമാരായിട്ടുള്ളവരും സംസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവരും റിട്ടയർ ആയിട്ടുള്ളവര് 70 വയസ്സിന് മേലെ ഉള്ളവരും ഏതാണ്ട് 90 വയസ്സിൽ താഴെയുള്ളവരുമായിട്ടുള്ള ആൾക്കാരാണ് ആനന്ദകുമാറിന്റെ ട്രസ്റ്റിന്റെ അംഗങ്ങള്. ചുരുക്കി പറഞ്ഞാൽ ആനന്ദകുമാറാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഈ ട്രസ്റ്റിന്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന 75, 85, 90 വയസ്സായിട്ടുള്ള 6-7 പേര് അംഗങ്ങളുണ്ട്. അവർക്കാർക്കും ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അനന്തകൃഷ്ണനെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച ഈ ആനന്ദകുമാർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ ഗവൺമെന്റ് ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ആനന്ദകുമാർ പറയുന്നു, എനിക്ക് എന്നെയും കബളിപ്പിച്ച വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കബളിപ്പിച്ചിട്ട് ഇതിനെക്കുറിച്ച് വിജിലൻസിന്റെ ഒരു അന്വേഷണം കിട്ടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വിവരവും ലഭിക്കാത്ത മുഖ്യമന്ത്രി താങ്കൾ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു കൊള്ളസങ്കേതം പോലെ പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള ആസൂത്രിതമായ കാവട്ടിക്കാരെ കണ്ടുപിടിക്കുവാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിവില്ല എങ്കിൽ ഇവരെ എന്തിനു വേണ്ടിയാണ് ഈ ഭരണം നടത്തുന്നത്? അപ്പോൾ ഇന്ന് അനന്തകൃഷ്ണൻ മാത്രമല്ല, എല്ലാ ദിവസവും പത്രം വായിച്ചപ്പോൾ അനന്തകൃഷ്ണന്റെ വാർത്തകളെ ഇപ്പൊ ഓരോ ദിവസവും വരുന്നുള്ളൂ. അനന്തകൃഷ്ണൻ മാസപ്പടി കൊടുക്കുന്ന 10-15 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്ന CPM-ന്റെ മന്ത്രിമാരും MLA-മാരുമുണ്ട്. അവരുടെ പേരും കൂടെ ഒന്ന് വെളിപ്പെടുത്തണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അന്വേഷണത്തോട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങള് ബഹുഭൂരിപക്ഷം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുമെന്നുള്ള യാതൊരുവിധ സംശയവുമില്ല. ഈ അന്വേഷണം നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നു, എല്ലാ ഗ്രാമങ്ങളിലും വന്നിരിക്കുന്നു, എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടെ രജിസ്ട്രേഷൻ വരുന്നു, എല്ലാ ജനപ്രതിനിധികളുടെയും ഒത്താശയോടുകൂടി വരുന്നു. ആ ജനപ്രതിനിധികൾ കോർഡിനേറ്റർമാരായിട്ട് വരുന്നു, പഞ്ചായത്തുകൾ പ്രൊമോട്ടർമാരായിട്ട് വെക്കുന്നു. അത്തരത്തിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഭരണപക്ഷത്തിന്റെ അനുവാദത്തോടു കൂടി ചെയ്ത ഈ അഴിമതിക്കെതിരെ പ്രതികരിക്കുവാനും ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുവാനും ശക്തമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ മാധുവിനെ ക്ഷണിച്ചുകൊള്ളു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് 2-3 ദിവസമായി മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ്. 2-3 ദിവസമായി മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നു എന്ന് പറയുമ്പോൾ 2002 അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 2025 ഈ ദിവസം വരെ 2-3 ദിവസങ്ങൾ അപ്പുറം വരെ നടത്തിയ വലിയ അഴിമതി എന്ന് പറയാൻ കഴിയില്ല, തട്ടിപ്പ്. ആ തട്ടിപ്പ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അറിഞ്ഞില്ല, പിണറായി വിജയന്റെ വിജിലൻസ് അറിഞ്ഞില്ല, പിണറായി വിജയന്റെ ഇന്റലിജൻസ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സഖാവ് പിണറായി വിജയ, നിങ്ങൾ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? ഇറങ്ങിപ്പോകരുതോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. കാരണം എന്താ? കേരളത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് മലയാളികൾക്ക്. തേക്ക് കൃഷി തട്ടിപ്പ് നടത്തിയ, മാഞ്ചിയം കൃഷി തട്ടിപ്പ് നടത്തിയ, ആട് വളർത്തൽ തട്ടിപ്പ് നടത്തിയ എത്രയെത്ര അവസാനം നാം കണ്ടു. ടോട്ടൽ ഫോർ യു
ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണ് എല്ലാം എന്നാണ് പറഞ്ഞത്. എത്ര കോടിയുടേതായിരുന്നു ഏറ്റവും അവസാനം? പക്ഷെ അതൊന്നും ഇത്രയും കോടിയായിരുന്നില്ല. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിൽക്കുമ്പോ ഞാൻ ഓർത്തു പോകുന്നു, ബഹുമാനീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സരിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നടത്തിയ ഒരു വലിയ അഴിമതിയുടെ അല്ലെങ്കിൽ തട്ടിപ്പിന് കേരളത്തിന് മുഖ്യമന്ത്രി എങ്ങനെ ഇരയായത്? അന്ന് CPM എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ ക്ലിഫ് ഹൗസിൽ സരിത നിത്യ സന്ദർശകയായിരുന്നു. അതിനല്ലേ 48 മണിക്കൂർ അദ്ദേഹം ഒരു കമ്മീഷന് മുമ്പിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നത്? ആലോചിക്കണ്ടേ? അതിന്റെ അഴിമതി റിപ്പോർട്ട് ചെയ്ത് എത്രയായിരുന്നു? 100 കോടി. പൂജ്യത്തിന് വരി വിലയില്ലെന്നായി പറയുന്നത്. 1 കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണ്? എത്ര ലക്ഷമാണ് പരിശോധിക്കണ്ടേ? 100 ലക്ഷം എന്ന് പറയുമ്പോൾ 1 കോടി എന്ന് നമ്മൾ പറയുന്നെങ്കിൽ 1000 കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കണ്ടേ? അന്ന് സരിതയ്ക്കെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ കേരളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ തലസ്ഥാനത്ത് മലമൂത്ര വിസർജനത്തിന് പോലും കഴിയാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് CPM പ്രവർത്തകരെ കൊണ്ട് നിറച്ച് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിപ്പിക്കുക മാത്രമല്ല 34 കിലോ മാത്രമായി പുതുപ്പള്ളിപ്പള്ളിയുടെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്ന, അന്തിയുറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അഴിമതി ലവലേശമില്ല എന്ന് അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ അതിനു മുമ്പ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖാവ് പിണറായി വിജയന്റെ ഇന്റലിജൻസ് കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ, പുതുപ്പള്ളിയിലെ പരിയാരത്ത് സീഡ് എന്ന് പറയുന്ന സൊസൈറ്റി ആണെങ്കിൽ അങ്കമാലിയിലും അതുപോലെ ഇരിക്കൂറും അതുപോലെ കേരളത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലും പല പേരിലുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ പറയുന്നത്, ചിലർ പറയുന്നു അനന്തു എന്റെ മകനെ പോലെയാണ്, ചിലർ പറയുന്നു അനന്തു എന്റെ മരുമകനെ പോലെയാണ്. കേരളം പറയുന്നു ഞങ്ങൾക്ക് അനന്തു മകനല്ല, ഞങ്ങൾക്ക് അനന്തു മരുമകനല്ല. വലിയ തട്ടിപ്പ് നടത്തിയ അനന്തു മാത്രമാണോ ഇതിനകത്ത് പ്രതി? അങ്ങനെയെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദേശീയ അവാർഡ്, ഒരുപക്ഷെ പത്മഭൂഷൺ എന്നോ അങ്ങനെയൊക്കെ കൊടുത്ത് ആദരിക്കേണ്ടി വരുന്നു. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 1000 കോടിയുടെ തട്ടിപ്പ് കേരളത്തിൽ നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല ആളുകളുടെയും പേര് വരുന്നുണ്ട്. റിട്ടയർ ചെയ്ത മജിസ്ട്രേറ്റിന്റെ പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ BJPയുടെ AN രാധാകൃഷ്ണന്റെ പേര് വരുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ പേര് വരുന്നുണ്ട്, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് രാഷ്ട്രീയ ഉപദേശക അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഉപദേശം കൊടുത്തു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ആരായിരുന്നാലും ശരി, ഉപദേശം കൊടുത്ത ആളായിരുന്നാലും ഉപദേശിയായിരുന്നാലും ശരി, കേരളത്തെ ഞെട്ടിക്കുന്ന 1000 കോടിയുടെ അഴിമതി നടത്തിയിട്ടുള്ള ആൾ അദ്ദേഹം മാത്രമല്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ അശോക് മാത്യു 320 രൂപ കൊടുത്ത് ഇതിന്റെ ഷെയർ വാങ്ങിയിട്ടുള്ള ആളാണ്. കാരണം അത്തരം ഷെയർ വാങ്ങി തട്ടിപ്പ് നടത്തിയപ്പോൾ ആ തട്ടിപ്പ് ഒരു പരാതിയായിട്ട് വാഗ്ദാനം പോലീസിൽ പരാതി കൊടുക്കുവാൻ വരുമ്പോൾ അവിടെ SI ഇല്ല, അദ്ദേഹം വേറെ എവിടെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ധർണയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്ന ഫോട്ടോഷൂട്ട് നടത്തുവാൻ വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് വിനീതമായി പറയുവാൻ കഴിയുന്നത്, കേരളം എന്ന് പറയുന്നത് പിണറായി വിജയൻ തീവ്രത കൊടുത്തേണ്ട സംസ്ഥാനമല്ല, മറിച്ച് കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. നിഷ്പക്ഷമായി ആന്റണിയുടെ പോലീസ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ലേ? വയലാറവിയുടെ പോലീസ് പ്രവർത്തിച്ചിട്ടില്ലേ? ഉമ്മൻചാണ്ടിയുടെ പോലീസ് പ്രവർത്തിച്ചിട്ടില്ലേ? ഇന്ന് കോൺഗ്രസുകാരൻ ഒരു പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ ജനങ്ങളൊരു പരാതി കൊടുത്താൽ ആ പരാതി കേൾക്കുവാൻ തയ്യാറല്ലാത്ത പോലീസ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി മാത്രമല്ല, അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണച്ച, അദ്ദേഹത്തോട് ചേർന്ന് നിന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്റലിജൻസിന് അറിയാൻ കഴിയണം, വിജിലൻസിന് അറിയാൻ കഴിയണം കേരളത്തിൽ ഇത്തരമുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന്. അതറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന പോലീസിന്റെ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് ഡി സെക്രട്ടറി സാബു തുറനെ ക്ഷണിച്ചുകൊള്ളു. ഇങ്ങനെ ഒരു ധർണാ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി ഈ കൈതേപ്പാലം ജംഗ്ഷനിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു. സംബന്ധിച്ചിടത്തോളം, പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ധർണാ സമരത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി.
ഇവിടെ ഈ ചാരിറ്റബിൾ പ്രസ്ഥാനം എന്ന പേരിൽ ഇവിടെ തുടങ്ങിയ ഈ സൊസൈറ്റിയുടെ യൂണിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്നു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ജനകീയമായ ഒരു പരിപാടിക്ക് വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാങ്കേതികമായ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആ അവസരം ഉപേക്ഷിക്കുന്ന രീതിയാണെങ്കിൽ കൂടി ഇങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പാർട്ടിക്ക് ലാഭം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ബഹുമാനിയായ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൈതേപ്പാലത്ത് തുടങ്ങിയ ഈ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യാൻ രംഗത്ത് വന്നതും അതിന്റെ നേതൃത്വത്തിൽ നിന്നതും. ഇത് കണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള പട്ടിണി പാവങ്ങളായ സാധാരണക്കാരായ മധ്യവർത്തികളായ ആളുകളെ ഇവിടെ പകുതിയില സ്ഥാപനമെന്ന രീതിയിൽ 60,000 രൂപ കൊടുത്താൽ സ്കൂട്ടറും 15,000 രൂപ കൊടുത്താൽ ലാപ്ടോപ്പും 5,000 രൂപ കൊടുത്താൽ തയ്യൽ മെഷീൻ ലഭിക്കുമെന്ന് പറയുമ്പോൾ ആരും ഇതിനകത്ത് ആകർഷകരാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ആ സാന്നിധ്യവും അവരുടെ സഹകരണവും അവരുടെ നേതൃത്വവും ഈ പ്രദേശത്തെ നൂറുകണക്കിന് സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്നതിനുള്ള അവസരമാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ. ഇതിന് കൂട്ടുനിന്ന ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് കൈതേപ്പാലത്തെയും പുതുപ്പള്ളിയിലെയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കൊലക്കേസിൽ ആ കൊലക്കേസ് പ്രതിയെ സഹായിച്ച വ്യക്തി കൂടി കൊലക്കേസ് പ്രതിയിൽ 2, 3, 4, 5 സ്ഥാനങ്ങളൊക്കെ വാങ്ങി ജയിലിൽ പോകാറുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ പണാപകരണം നടന്ന ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ അതിന് കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ ഈ കേസിൽ പ്രതികളാക്കി കേസെടുത്ത് നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുക. പോലീസ് വകുപ്പിന്റെ അനാസ്ഥയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ നിയമപരമായി ഇത്തരമൊരു സന്ദർഭമുണ്ടായാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിന് കഴിയും. പക്ഷേ അവരാരും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇവിടെ ആരംഭിച്ച സമരം ഒരു സൂചനയാണ്. ശക്തമായ സമരത്തിലൂടെ ഈ കേരളത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് 1 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അനന്തകൃഷ്ണനായാലും അനന്തകുമാറായാലും അച്യുതാനന്ദനായാലും കെ സുധാകരനായാലും ആരായാലും അവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് വാങ്ങിക്കൊടുക്കുന്നിടം വരെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടുള്ള സമരവുമായി തുടർന്നും ജനങ്ങളോടൊപ്പം നിലനിൽക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീ അനിയൻ മാത്യു, ശ്രീ അശോക് മാത്യു അടക്കമുള്ള ശ്രീ കെ വി ഗിരീശൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്ത് നടത്തിയ ഈ ധർണാ സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തായിട്ട് സംസാരിക്കുന്നതിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മുൻ മണ്ഡല പ്രസിഡന്റ് ഇ കെ പ്രകാശനെ ക്ഷണിച്ചോളൂ. ഇന്ന് കേരളം തട്ടിപ്പ് സംഘങ്ങളുടെ ഒരു വിളഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ആയിരക്കണക്കിന് കോടിയുടെ തട്ടിപ്പ് നടക്കുമ്പോൾ വെറും നോക്കികുത്തികളായി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മാറുന്നുവെന്ന ഒരു നിസ്സംഗത കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം 1000 കോടി രൂപയുടെ ഈ തട്ടിപ്പ് നടക്കുമ്പോൾ അവിടെ പ്രതിയായി ഒരു അനന്തകൃഷ്ണനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഇന്നലെ ഈ അനന്തകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റുമ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഉല്ലാസയാത്രയ്ക്ക് വാഹനത്തിൽ കയറുന്ന ഒരാളുടെ മനോഭാവത്തോടു കൂടിയാണ് അനന്തകൃഷ്ണനെ ജീപ്പിനുള്ളിൽ ഇരുന്നത്. കാര്യം പോലീസുകാരോടൊക്കെ കുശലം പറഞ്ഞുകൊണ്ട്, കാര്യം ഒരു ചുക്കും എനിക്ക് സംഭവിക്കത്തില്ല, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ നാട്ടിലുണ്ടെങ്കിൽ, ഈ പോലീസാണ് നാട്ടിലുണ്ടെങ്കിൽ തനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജനങ്ങളെ കബളിക്കുന്ന നാടകമാണ് ഇവിടെ നടന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ മുഖഭാവങ്ങളെല്ലാം. നമുക്കറിയാം ഇന്ന് ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങളെ പ്രതികളായിട്ട് വരുന്നവരെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടകമല്ലാതെ അവർക്കൊരു ശിക്ഷ കോടതിയിൽ നിന്ന് കിട്ടുന്ന ഒരു നടപടി, ഒരു നിയമം പോലും FIRൽ എഴുതി ചേർക്കാതെയാണ് പോലീസ് FIRും മറ്റുമൊക്കെ കോടതികളിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീണ്ടും വിളയാട്ടം നടത്താനുള്ള പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ പോലും ഒരു ചുക്കും സംഭവിക്കാതെ വീണ്ടും അവരുടെ ആ തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിൽ അവരെ കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ നടപടികളെല്ലാം. ഇപ്പൊ നമുക്കറിയാം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്ത് സിനിമ സ്റ്റൈലിലാണ് അറസ്റ്റ് ചെയ്തത്.
പോലീസിന് വീരശൃംഖല ചാർത്ത. പക്ഷേ നവീൻ ബാബു എന്ന ADM-ന്റെ മരണത്തിന് PV ദിവ്യ ഈ കേരളത്തിലുണ്ടായിരുന്നല്ലോ. CBR കേസിൽ ഒരു അതിന് വിധേയയായ പെൺകുട്ടി പരാതി കൊടുത്ത M മുകേഷ് ഈ കേരളത്തിലുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ സിദ്ദിഖ് നാട്ടിലുണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു നമ്മുടെ ഈ കേരള പോലീസ്? ഈ ബോബിയമ്മയുടെ അറസ്റ്റ് അവരും അതേ പോലീസ് തന്നെയാണല്ലോ അന്നും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ചില ആൾക്കാരുടെ കാര്യത്തിൽ പോലീസ് വളരെ താല്പര്യം കാണിക്കുന്നു, മുഖ്യമന്ത്രി താല്പര്യം കാണിക്കുന്നു, ആഭ്യന്തര വകുപ്പും വിജിലൻസും ഇന്റലിജൻസും ഒക്കെ താല്പര്യം കാണിക്കുന്നു, ചില കാര്യങ്ങളിൽ നിസ്സംഗത കാണിക്കുന്നു. ഇത്തരം അവസരവാദപരമായ നിയമലംഘനങ്ങളുടെ ഒരു സമീപനമാണ് നമ്മുടെ പോലീസ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ പോലെ, ശ്രീ അനിയമാത്തി പറഞ്ഞ സാഹു പറഞ്ഞ പോലെ, ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അവരെ പാവപ്പെട്ട ജനങ്ങളുടെ കാശ് മേടിച്ച് അവരെ തട്ടിപ്പ് ചൂഷണം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മനോഭാവം. നമുക്കറിയാം, മനുഷ്യന്റെ സ്വപ്നമാണ് ഒരു വാഹനം മേടിക്കുക, അല്ലെങ്കിൽ ഒരു തയ്യൽ മിഷൻ മേടിക്കുക, ലാപ്ടോപ്പ്, ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹമാണ്, സ്വപ്നങ്ങളാണ്. ഈ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ചൂഷണം ചെയ്തുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് EMA അടുപ്പിക്കുന്ന പോലുള്ള ഒരു സമീപനമായി ഇത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നടത്തിയുള്ള പ്രസ്ഥാനം ഈ നാട്ടിൽ മുറപൊന്നുമ്പോൾ അവരെ ഒന്ന് വീക്ഷിക്കാൻ പോലും നമ്മുടെ പോലീസ് സംവിധാനം സാധിക്കുന്നത് ദയനീയ പരാജയം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ അഴിമതി നടത്തുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ സമരപരിപാടികൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സമരപരിപാടി നടത്തുവാൻ നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സാം കെ വർക്കിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് കോൺഗ്രസ്. സംസാരിക്കാൻ വേണ്ടി മുൻ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ തോമസ് ഇത് നമ്മളെ വലിയൊരു കാര്യം എനിക്ക് തമാശ തോന്നുക. കാരണം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഇത് നടന്നേ പറ്റൂ. അവർ അഴിമതിയിൽ നിന്നാണ് ഇതെല്ലാം ഇവിടെ വിട്ടിരിക്കുന്നത്. പിണറായിയെ ഭയമില്ല, പോലീസിനെ ഭയമില്ലാത്തതാണ് ഈ കള്ളത്തരങ്ങളും അഴിമതിയെല്ലാം പെരുക കാര്യം. പണ്ടൊക്കെ പോലീസ് ആഭ്യന്തരമന്ത്രിയായിരുന്ന പോലീസോട് ഭരിച്ചിട്ടുണ്ട്. അവർക്ക് അതിന്റെ അധികാരം കൊടുത്താൽ ശിക്ഷ കൊടുക്കാൻ അവർക്ക് അധികാരം ഇപ്പം ഇല്ല. ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും പറഞ്ഞാൽ അവർക്ക് പോലീസുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ IG-യോ DSP വരെയുള്ള ആൾക്കാരെ പിടിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. ഇന്ത്യയിൽ പോലീസുകാരെ നിസ്സംഗത കാണിച്ചാൽ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. നമുക്കറിയാം, പോലീസിനെ വരെ ചവിട്ടിക്കൊന്നിട്ട് നടപടിയില്ല. നിങ്ങൾ പോലീസുകാരെ അസോസിയേഷൻ കൂടി പിണറായി രാജിവെക്കാൻ ആവശ്യപ്പെടണം. തന്റെ ഇടം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ആഭ്യന്തരത്തെ പേടിയില്ലാത്തതാണ് ഇതുപോലെ അഴിമതിയും തട്ടിപ്പും കഞ്ചാവ് സമരം ഇതെല്ലാം നടക്കുന്നത്. ജനങ്ങളെ ഒരു ഭരണ സംവിധാനത്തിൽ പോലീസിനെ പേടിയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുക. അതുകൊണ്ട് അഴിമതിയാണ് മുഴുവൻ. ഇത് സീഡെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, സീഡെന്ന് പറഞ്ഞ വിത്ത, അഴിമതിയുടെ വിത്താണ് പിണറായി വായിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ സ്ഥലത്തും അഴിമതിയാ. കഞ്ചാവിന്റെ സ്ഥലത്ത് ആഭ്യന്തരം, കലാപം, ഇടി, വഴക്ക് എല്ലാം സീഡ് വായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവനെ മാറ്റാൻ നമ്മൾ അടുത്ത ഇലക്ഷനെ പറ്റത്തുള്ളൂ. ഇവിടെ തലകുത്തി പറഞ്ഞാലും അറിയാം. പോലീസുകാരെ വെറുതെ അവരെ തെറിയ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിന് നിങ്ങൾ മര്യാദ പാലിച്ചോളം. നമ്മൾ ധീരമണ്ടന്മാരാണ് ധരിക്കുന്നത്. നടപടി വന്നാൽ ആക്ഷൻ എടുക്കുക, അവരെ നടപടി ഉണ്ടാകണം. അല്ലെ നിങ്ങളെ അടുത്ത ശിക്ഷ നിന്നും കിട്ടും. നമ്മൾ ചിന്തിക്കണം. ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന മണറായി പോലീസിനെ ചവിട്ടിക്കൊല്ല പറഞ്ഞാൽ ഇതുവരെ ഉണ്ടോ? കോൺഗ്രസ് ഭരിക്കും ബാക്ക് ഹാൻഡ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ്സുകാർ സ്റ്റേഷൻ ഭരിക്കാൻ പോകരുത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയല്ലോ സ്റ്റേഷൻ ഭരിക്കുന്നത്. പ്രതികളെ പിടിച്ചിറക്കൊന്നുമില്ല. പോലീസുകാർ വായം പ്രതിക്കില്ല. എന്നാ പറഞ്ഞത്? അതുകൊണ്ട് ഈ ക്രമസമാധാനം തകർന്നു. അതിൻ്റെ ഒരു തെളിവാണ് കൈതാപ്പാലത്ത് വന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ സംഘടിച്ച് ഇവരെ താഴെ ഇറക്കിയെങ്കിൽ ഇവർ മാർത്തുള്ളൂ. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. നടത്തിയ സമരം നടത്തിയ സ്ഥാപനം അടുത്താണ് സംസാരിക്കാൻ വേണ്ടി പാർലമെന്റ് പാർട്ടി ലീഡർ ദിനേശ് ക്ഷണിച്ചുകൊള്ളുന്നു. കേരളമൊട്ടാകെ തട്ടിപ്പുകളും അതുപോലെ അഴിമതി കഥകളുമായി കേരളം നിറഞ്ഞു നിൽക്കുക. ആർക്കും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്റെ ഇന്റലിജൻസ് വെറും മൂക്കൂത്തികളായി മാറിയിരിക്കുകയാണ്. 1000 കോടി തട്ടിപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം, ഇത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ ഇത് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ആ മേഖലയിൽ പോലീസ് തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. 40,000 പേരെ പറ്റും ഒരു വ്യക്തിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പറ്റിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനപ്രതിനിധികളെ വരെ ഇതിനകത്ത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്
അവരുടെ പ്രൊഫൈൽ പിക്ചറും അവരുടെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് 3000 രൂപയ്ക്ക് 7000 രൂപയുടെ തയ്യൽ മെഷീൻ കൊടുക്കുമെന്ന് പറയുന്നു. 3000 രൂപയുടെ തയ്യൽ മെഷീൻ 2-3 പേർക്ക് കൊടുക്കുന്നു. പിന്നെ അവരുടെയും തന്നെ 60,000 രൂപ മേടിക്കുക, സ്കൂട്ടർ വാങ്ങിച്ചു തരാം, 1.25 ലക്ഷം രൂപ സ്കൂട്ടർ 60,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വഹിക്കുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആകെ 1-2 പേർക്ക് കൊടുക്കുന്നതിന്റെ ഫോട്ടോ എല്ലാം കൂടെ പ്രചരിപ്പിക്കുന്നു. ഇത് നാടൊക്കെ ഇങ്ങനെ നടന്നിട്ട് പോലും കേരളത്തിലെ പോലീസ് ഇതൊന്നും അറിയുന്നില്ല, ഇന്റലിജൻസ് പോലീസ് അറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം നാണക്കേടാണെന്ന് വിചാരിക്കുക. ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരുടെ പൈസ പോയിരിക്കുകയാണ്. നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ പ്രിയപ്പെട്ട CG എന്തായാലും ആ ഉദ്ഘാടനത്തിന് ഇല്ലായിരുന്നു, വലിയ കാര്യം. ഇവിടുത്തെ പ്രസിഡന്റും ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റും ഉണ്ടായിരുന്നു, വാർഡ് മെമ്പറെ എന്തായാലും വിളിച്ചില്ല, അത് നന്നായി. എന്തായാലും കേരളം ഒട്ടാകെ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് നടന്നില്ലേ ഉള്ളൂ, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ ഈ നടന്ന തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട എല്ലാ ആളുകളെയും അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ട സംവിധാനവും ഇതിന് പിന്നിൽ പ്രവർത്തകരെ അകത്താക്കുവാൻ വേണ്ട നടപടിയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് സംസാരിക്കുന്നതിനാണ് ബ്ലോക്ക് സെക്രട്ടറി വിനു ആരപ്പള്ളി ക്ഷണിച്ചോളൂ. ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു സമര പരിപാടി നടത്തിയതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു ഭരണത്തിന് കീഴിൽ ഇതുപോലുള്ള അഴിമതിക്കാരുടെ ഒരു വലിയ ഒരു മേളയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന പോലീസിനെ ചവിട്ടിക്കൊല്ലുന്ന നിഷ്ഠൂരമായ നടപടികൾ ഉണ്ടാകുന്ന ഈ രാജ്യത്ത് ഇതുപോലുള്ള വെട്ടിപ്പുകൾ നടക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനായിട്ടില്ല. എന്തുകൊണ്ടാണ് നാളിതുവരെയായിട്ടും ഇത്തരം ഒരു അഴിമതി നടന്ന കാര്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ സംസ്ഥാന നേതാക്കന്മാരോ പോലീസിന്റെ മേധാവികളോ അറിയാതിരുന്നത് എന്നുള്ളത് വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ ഒരു വഴിയോരത്തൊരു കച്ചവടക്കാരൻ കച്ചവടം നടത്തണമെങ്കിൽ 100,000 നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കി അവരെ ഈ നാട്ടിൽ തന്നെ ഓടിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകാർ വലിയ സൊസൈറ്റിയുടെ പേരിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് നാട്ടിലുള്ള പ്രമാണിമാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെയും നേതാക്കന്മാരെയും ഭരണകർത്താക്കളെയും ഒക്കെ ഇതിനെ മെമ്പർമാരാക്കിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ട് അത് സംസ്ഥാനത്തെ ഒരു ഭരണാധികാരികൾ അറിയുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും നാണംകെട്ട ദയനീയമായ ഒരു അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം കൊടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിൽ ഈ ഇത്തരം ഒരു തട്ടിപ്പ് സംഘം ഉണ്ടായിട്ട് അത് രാജ്യം അറിയുന്നില്ല, അത് ലോകം അറിയുന്നില്ല, ഈ സംസ്ഥാനം അറിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയകരമായ കാര്യമാണ്. ഇവരെ നടപടിയുടെ മുന്നിൽ എത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള വലിയ ഏജൻസികളെ വെച്ച് ഇത്തരം തട്ടിപ്പുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും CBI പോലുള്ള സംഘങ്ങളെ ഇത് ഏൽപ്പിക്കുന്നതിനും ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ എല്ലാ നേതാക്കന്മാർക്കും അണികൾക്കും ആത്മാർത്ഥമായ അഭിവാദ്യങ്ങൾ നടത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ചെയ്യുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്നതിനാണ് ബ്ലോക്ക് സെക്രട്ടറി ബിനോയിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിൽ ഇന്ന് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 1000 കോടിയുടെ ഈ അഴിമതി നമ്മുടെ പോലീസ് വിജിലൻസും കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പോലീസ് സേനകളിൽ ഏറ്റവും വിജിലന്റായി പ്രവർത്തിക്കുന്നതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു സേന തന്നെയാണ് കേരള പോലീസിന്റെ വിഭാഗം. എന്നാൽ അവരെ വെറും നോക്കികുത്തികളാക്കിക്കൊണ്ട് ഇന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും കുട്ടി സഖാക്കന്മാരും സർക്കാരിനെ ഭരിക്കുമ്പോൾ പോലീസിനെ വെറും നോക്കുകുത്തികളാക്കി അവരെ വെറും ചോദ്യചിഹ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും മേലാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തിനേറെ പറയുന്നു, പോലീസുകാർക്ക് പോലും ജീവന്റെ സ്വയരക്ഷയോടെ ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ കള്ളൻ കേരളം ഭരിക്കുമ്പോൾ അതിന്റെ താഴെ തട്ടിലേക്ക് കൊച്ചു കള്ളന്മാർ എത്തിപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല.
കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിൽ ആകമാനം നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് നമുക്കറിയാം. നമ്മുടെ ഈ പുതുപ്പള്ളിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മുടെ സമീപ പ്രദേശമായ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മൈതാനം നിറയെ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരിൽ നിന്ന് 60,000 രൂപ മേടിച്ച് ആക്റ്റീവ നൽകാമെന്ന് പറഞ്ഞ് ഒരു മൈതാനം നിറച്ച ആളുകളെ കൂട്ടി 2 ദിവസത്തേക്ക് പരിപാടി നടത്തിയിട്ടും ഈ വിജിലൻസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അതിന് ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സർക്കാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു ലജ്ജയുമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് യാതൊരുവിധ വിലയും കൊടുക്കാതെ അതിന് ഒത്താശ നൽകിക്കൊണ്ട് ഈ കേരളത്തെ നട്ടോട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രി രാജിവെക്കണം. അതിന് കൂട്ടുനിന്ന ആ ഓരോ വ്യക്തികളെയും ഇതിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച ശ്രീ അനിയൻ മാത്യു സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി കേസിന്റെ പേര് പറഞ്ഞപ്പോൾ യാതൊരു ദയയും കാണിക്കാതെ എനിക്കെതിരെ അതിന് അന്വേഷണം പ്രഖ്യാപിച്ച ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്ന് ശ്രീ ബഹുമാനായ ഉമ്മൻചാണ്ടി. 24 മണിക്കൂറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഒരു ലജ്ജയും കൂടാതെ ഒരു മടിയും കൂടാതെ ഇരുന്നു കൊടുത്തതിന് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് തന്റെ നിരപരാധിത്വം തെളിയിച്ച മുഖ്യമന്ത്രി ഭരിച്ച നാടാണിത്. അദ്ദേഹം അണ്ടിയുറങ്ങുന്ന ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ ഇങ്ങനെയൊരു അഴിമതി നടക്കുമ്പോൾ അതിന് കൂട്ടുത്തരവാദിത്വം ചെയ്ത എല്ലാ നേതാക്കന്മാരെയും ഈ അഴിമതിക്ക് മുൻപ് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തായിട്ട് 2 വാക്ക് സംസാരിച്ച് കൃതജ്ഞ പറഞ്ഞതിനാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സതീഷ് മാത്യനെ ക്ഷണിച്ചോളൂ. ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാംജയ് വർക്കി, ഇവിടെ സംസാരിച്ച INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു, പാർലമെന്ററി പാർട്ടി നേതാവ് ജിനു കെ പോൾ, മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചെറിയാൻ, ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KB ഗിരീശൻ, വന്നുചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രാദേശിക പ്രശ്നത്തിൽ പ്രതിഷേധ സൂചകമായി ഇവിടെ അണിനിരുന്നവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിന് നന്ദി പറയുക എന്നുള്ള കർത്തവ്യത്തോട് കിടക്കട്ടെ. ഈ ധർണാ സമരത്തിന്റെ പ്രശ്നം മണ്ഡലം കമ്മിറ്റിയുടെ മുൻപിൽ ആദ്യമായി അവതരിപ്പിച്ചത് അശോക് മാത്യു ആണ്. അശോക് മാത്യുവിന്റെ പരാതിയുടെ പുറത്താണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രാദേശിക വിഷയത്തിൽ ഇടപെട്ടതും ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി നിലകൊണ്ടതും. അതിനായി എത്തിച്ചേർന്ന നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംജയ് വർക്കിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KB ഗിരീശൻ, INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു, ജനപ്രതിനിധികൾ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, വാർഡ് പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ലഭിക്കുന്നു. നന്ദി, നമസ്കാരം. തട്ടിപ്പുകാരെ തുറന്നിലടയ്ക്കൂ, തട്ടിപ്പുകാരെ തുറന്നിലടയ്ക്കൂ. തട്ടിപ്പുകാർക്ക് ഒത്താശ നൽകിയ ഭരണക്കാരെ സൂക്ഷിച്ചു, ഭരണക്കാരെ ഭൂഷിച്ചു. കേരളമാകെ പ്രതിഷേധം, ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ മുഖ്യൻ കേരള മക്കൾ കണ്ടിട്ടില്ലേ? തട്ടിപ്പാണ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, PD സതീശൻ സിന്ദാബാദ്, ചാണ്ടി ഉമ്മൻ സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. Yeah.